24 പ്രൈം ടൈം ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഭാരവാഹികൾക്ക് സംസ്ഥാന ഓഫീസിൽ നിന്നും അയക്കുന്ന സർക്കുലറുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് ബി.ജെ.പി. സർക്കുലർ അടക്കം മാധ്യമങ്ങൾക്ക് ചോർന്നതുകൊണ്ടാണ് ഈ നടപടി. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അലക്സ്, ഏതെങ്കിലും തരത്തിൽ ഈ വാർത്തകളും വിവരങ്ങളും ചോരുന്നത് തടയുക എന്നതാണോ ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യം? ഇതെന്താണ് ഭാരവാഹികൾക്കുള്ള ഈ സർക്കുലറുകൾ താൽക്കാലികമായി നിർത്തിവെക്കാനെടുത്ത തീരുമാനത്തിന് പിന്നിൽ? എന്തെങ്കിലും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്തുണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു തീരുമാനം? ജി.കെ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി.ജെ.പിയുടെ സ്ട്രാറ്റജി, അതായത് ബി.ജെ.പി പ്ലാൻ ചെയ്യുന്ന തന്ത്രങ്ങൾ 24-ലൂടെ പുറത്തു വരുന്നു, അത് പുറത്തുവിടുന്നു 24 എന്നുള്ളതാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ കുഴക്കിയിരിക്കുന്നത്. നേരത്തെ, അതായത് ഈ പ്രധാനപ്പെട്ട ബി.ജെ.പി പ്രതീക്ഷ അർപ്പിക്കുന്ന കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഒപ്പം നിയമസഭാ മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിലെ ചുമതലകൾ മുതിർന്ന നേതാക്കൾക്ക് പാർട്ടി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറിലൂടെയായിരുന്നു പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരെയും പ്രഭാരിമാരെയും ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ആ സർക്കുലർ അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു 24 വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ സർക്കുലർ, ഇത്തരത്തിൽ പാർട്ടിയുടെ ആഭ്യന്തര സർക്കുലറുകൾ ചോരുന്നതിൽ വലിയ അതൃപ്തി നേതൃത്വത്തിനുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രധാനമായ ഒരു തീരുമാനം പാർട്ടി എടുത്തിരിക്കുന്നത്, അതായത് ഭാരവാഹികൾക്ക് സംസ്ഥാന ഓഫീസിൽ നിന്ന് അയക്കുന്ന സർക്കുലറുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ബി.ജെ.പി. ഇത് മാധ്യമങ്ങൾക്ക് ചോരുന്നത് കൊണ്ടാണ് ഈ പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരാഴ്ചയായി ബി.ജെ.പി സർക്കുലർ അയക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായി വാർത്തകൾ ഇങ്ങനെ ചോരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടിയെടുക്കുമെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ജനറൽ സെക്രട്ടറി സുരേഷും നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകിയതിൽ പോലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അതിനുശേഷമാണ് ഈ വാർത്തകൾ കൂടുതലായി ചോർന്നതെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ വാർത്തകൾ ചോരുന്നത് ഓഫീസിൽ നിന്നാണോ, അത് ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണോ എന്ന സംശയം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓഫീസിലെ ജീവനക്കാരുടെ അടിയന്തര യോഗം ഓഫീസ് സെക്രട്ടറി വിളിച്ചിരുന്നു. അതിൽ അവരെത്തിയ പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന ഓഫീസിൽ വിവരങ്ങൾ ചോരുന്നു, അത് അതുമായി ബന്ധപ്പെട്ട നേതാക്കളെ ഭീഷണിപ്പെടുത്തി അത്തരം നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയതിൽ വലിയ അതൃപ്തി പാർട്ടിക്കുള്ളിലുണ്ട്. ഇതാണ് ഈ വാർത്തകൾ പുറത്തു വരാൻ കാരണമെന്ന വിലയിരുത്തലിലാണ് ഓഫീസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ യോഗം എത്തിയത്. എന്താണെങ്കിലും സർക്കുലർ അടക്കം നിർത്തിവച്ചിരിക്കുന്നു. ഈ വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു തീരുമാനം ബി.ജെ.പി കൈക്കൊണ്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ, അത് ഈ കാറ്റഗറികളായി തിരിച്ചുകൊണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പുകളെ വിഭജിച്ച് അതിലേക്ക് കടന്നുകയറാനും അവിടെ മുന്നേറ്റം ഉണ്ടാക്കാനും അവിടെ ചുമതല നൽകുന്നത് അടക്കമുള്ള വാർത്ത 24 റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ ഭാരവാഹികളുടെ ഓൺലൈൻ യോഗം ചേർന്നിരുന്നു. അതിൽ നിശ്ചിതമായ വിമർശനം ജില്ലാ അധ്യക്ഷന്മാർക്ക്, അതായത് ജില്ലാ നേതാക്കൾക്ക് സംസ്ഥാന അധ്യക്ഷൻ നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ശരിയല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഈ ഓൺലൈൻ യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളാണ് ഈ താഴെത്തട്ടിൽ നിന്ന് വരുന്നത്. ജില്ലാ പ്രസിഡന്റുമാർ ഇത് ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല എന്ന വിമർശനം സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തുന്നു. വോട്ട് ചേർക്കലിന്റെ കാര്യത്തിൽ പോലും വെള്ളം ചേർത്ത കണക്കാണ് സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചതെന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മേഖലാ സംഘടനാ സെക്രട്ടറിമാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ബി.ജെ.പി നാളെ ഒരു വലിയൊരു സമരത്തിലേക്ക് പോവുകയാണ്. അതിന് മുന്നോടിയായാണ് ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പോലും വരുന്നത്. ഇനി നാളെ രാവിലെയും സംസ്ഥാന നേതാക്കളുടെയും ജില്ലാ നേതാക്കളുടെയും യോഗം രാവിലെ ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അലക്സറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട സർക്കുലറിലെ വിവരങ്ങൾ ചോരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ വരുന്നത് ബി.ജെ.പിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.